ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. സത്യത്തിൽ ട്രംപ് ഈ കൊടും ചതിയല്ലേ? ഈ പാവമൊക്കെ ട്രംപ് എവിടെ കൊണ്ടാ വയ്ക്കുന്നത്? ഈ ബലൂജുകളുടെ കണ്ണുനീര് ട്രംപ് ഇങ്ങനെ കാണാതെ പോകാൻ പാടുണ്ടോ? ഈ ബലൂജ് ലിബറേഷൻ ആർമി ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏത് ഗ്രൂപ്പും അത് വിഘടനവാദ സംഘടനയാണ്. അത് ഭീകരവാദ സംഘടനയുടെ പട്ടികയിൽ പെടുന്നതും അത് കൗതുകകരമായ സംഗതിയാണ്. പ്രത്യേകിച്ചും ആ സമയവും സന്ദർഭവും പ്രധാനമാണ്. അസീം മുനീർ തുടർച്ചയായി 2 മാസത്തിനിടയിൽ 2ാം തവണ അമേരിക്കയിൽ എത്തി നിൽക്കുമ്പോഴാണ് നിർണായകമായൊരു പ്രഖ്യാപനം വരുന്നത്. ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ സ്പോൺസർമാർ ഇന്ത്യയാണെന്നുള്ള നിലപാടുള്ള ആളാണ് അസീം മുനീർ. അത് അദ്ദേഹം പല വേദികളിൽ പറഞ്ഞിട്ടുമുണ്ട്. പാകിസ്ഥാൻ മൊത്തത്തിൽ ആ ഒരു നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രമാണ്. ബലൂജ് ലിബറേഷൻ ആർമിക്ക് വേണ്ട ആയുധങ്ങളും പണവും ഇന്ത്യയാണ് നൽകുന്നത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അങ്ങനെ ആരോപണമുള്ള ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവി അമേരിക്കയിൽ എത്തുമ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ആഭ്യന്തര വകുപ്പ് പറയുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഭീകരവാദ സംഘടനയാണ്. 2019 മുതൽ ഈ ബലൂജ് ലിബറേഷൻ ആർമി അമേരിക്കയുടെ നോട്ടപ്പുള്ളിയാണ്. അത് ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്ന പട്ടികയിലാണ്. അതായത് ഈ പാർട്ട് ടൈം ഫുൾ ടൈം ജോബ് എന്ന് കേട്ടിട്ടില്ലേ? പാർട്ട് ടൈം ജോബ് ആയിരുന്നു 2019, ഇപ്പോൾ ഫുൾ ടൈം ആയി. 2019 മുതൽ ഇവർ ഭീകരവാദ ഗ്രൂപ്പ് സാധ്യതയുള്ളവരുടെ പട്ടികയിലായിരുന്നു. ഇപ്പോൾ അവർ ഭീകരവാദ ഗ്രൂപ്പ് എന്ന പദവി അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പരിധിവരെ പാകിസ്ഥാന്റെ നയതന്ത്ര വിജയം എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. തീർച്ചയായിട്ടും അങ്ങനെ അവകാശപ്പെടാം. കാര്യം അവരാരോപിക്കുന്ന പ്രകാരം ഇന്ത്യയാണ് ബലൂജ് ലിബറേഷൻ ആർമിക്ക് പിന്തുണ നൽകുന്നതെന്ന് അവരുടെ ആരോപണം ശരിവെക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് വേണമെങ്കിൽ അവർക്കിതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇന്ത്യ ഒരു തരത്തിലും ബലൂജ് ലിബറേഷൻ ആർമിയെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമല്ല. ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് പാകിസ്ഥാനിൽ എന്തെങ്കിലും ആഭ്യന്തര കലഹമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം അവിടുത്തെ സർക്കാരിനും സൈന്യത്തിനുമാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ്. ഈ ബലൂജ് ലിബറേഷൻ ആർമി നമുക്കറിയാമല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പോലും അവിടെ ബലൂജിൽ ഇന്ത്യക്ക് അനുകൂലമായ പ്രകടനവും ഇന്ത്യൻ മുദ്രാവാക്യവും മുഴങ്ങിയ ഒരു പ്രദേശമാണ്. അവരാഗ്രഹിക്കുന്നത് ബലൂജ് എന്ന് പറയുന്ന ആ മേഖല ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാകണം. അവരുടെ ആ ആവശ്യത്തിനെ ഇന്ത്യ പിന്തുണയ്ക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ അത് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഭീകരവാദ പട്ടികയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവിയിലേക്ക് ഇപ്പോൾ വന്ന ഈ ബലൂജ് ലിബറേഷൻ ആർമി ആയിരിക്കും അവരുടെ ഔദ്യോഗിക സേന. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ബലൂജ് ലിബറേഷൻ ആർമിയെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ, ഏതാണ്ട് 2019 മുതൽ ഇവർ നോട്ടപ്പുള്ളിയാണ്. ഇവർ ഒളിഞ്ഞും തെളിഞ്ഞും ചില ആക്രമണങ്ങൾ, പാകിസ്ഥാനാണ് ഇവരുടെ വേട്ടമൃഗം. അവരാഗ്രഹിക്കുന്നത് ഈ പാക് സൈന്യം ഈ ബലൂചിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായി പോയി അവരെ സ്വതന്ത്രമാക്കണമെന്നാണ്. അതുകൊണ്ട് അവർ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ചൈനീസ് പൗരന്മാർ അവിടെ കടന്നു കയറുന്നുണ്ട്. അവിടെ പലതരത്തിലുള്ള ഖനന പ്രവർത്തനങ്ങൾക്കും മറ്റുമായിട്ട്. അപ്പോൾ അവരെയൊക്കെ ഈ ബലൂജ് ലിബറേഷൻ ആർമി ടാർഗറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ സേനയെ ആക്രമിക്കുന്ന ചെറുതും വലുതുമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് 2019 മുതൽ. അന്നു മുതലാണ് ഇവർ നോട്ടപ്പുള്ളികളാകുന്നത്. പക്ഷേ 2024 കറാച്ചി വിമാനത്താവളത്തിനടുത്ത് ഒരു ചാവേർ ആക്രമണം നടന്നു. അതിന്റെ ഉത്തരവാദിത്വം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുക്കുന്നു. പിന്നെ കുറച്ചു കാലം മുമ്പ് നമ്മുടെ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയതും അതിനു മുമ്പ് ജാഫർ എക്സ്പ്രസ് അട്ടിമറിക്കാനൊരു ശ്രമം നടന്നിരുന്നു. ഈ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയ വകയിൽ ഒരു 31 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലേറിയ പങ്കും സാധാരണക്കാരാണ്. 1-2 സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല 300ഓളം പേരെ അവർ ബന്ദികളാക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരെ കടുത്ത നിലപാട് പാകിസ്ഥാൻ എടുത്തിരുന്നു. ഏറ്റുമുട്ടലുകൾ വളരെ നടന്നിരുന്നു. അപ്പോൾ അന്നു മുതൽ ഇവർ ഈ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരുടെ കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന. അപ്പോൾ അവർ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരവാദ സംഘടന എന്നാണ് ഇന്ത്യ നിലപാടെടുത്തത്. ഐക്യരാഷ്ട്രസഭ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കാനായിട്ട് തയ്യാറാക്കിയ പ്രമേയത്തിൽ ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അത് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പോഷക സംഘടനയാണ് എന്നൊരു നിലപാടെടുത്തിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിൽ. പക്ഷെ പാകിസ്ഥാൻ ഇടപെട്ടിട്ട് പറഞ്ഞു ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്നത് കാശ്മീരിലുള്ള ഒരു പ്രാദേശിക സംഘടനയാണ്. അതിന് ഈ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെടുത്താൻ തെളിവുകളൊന്നുമില്ല. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പാകിസ്ഥാൻ ആരോപണം കെട്ടിച്ചമയ്ക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ പ്രതിഷേധത്തെ തുടർന്ന് ഈ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിൽ നിന്നും ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഒഴിവാക്കിയിരുന്നു. പക്ഷെ ഇന്ത്യ
അപ്പോൾ മുതൽ ആരോപിക്കുന്നു ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പോഷക സംഘടനയാണ്, പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയിട്ടാണ് ഇവർ ഈ ചെയ്തതൊക്കെ. തൊട്ടു പിന്നാലെ നേരത്തെ ഈ പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെയും ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അപ്പോഴും പാകിസ്ഥാൻ അപലപിച്ചിരുന്നു. ഇത് ലഷ്കർ ഇ തോയ്ബയെ ഇവരെ ബന്ധിപ്പിക്കാൻ തെളിവുകളൊന്നുമില്ല, അവര് അവിടെ പ്രവർത്തിക്കുന്ന കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിപ്ലവകാരികളാണ്, അവർ ഭീകരവാദികളല്ല, അവർക്ക് പാകിസ്ഥാനുമായി ബന്ധമില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ അന്നേരത്തെ നിലപാട്. അപ്പോൾ അന്ന് ഇന്ത്യക്ക് അനുകൂലമായൊരു നിലപാടാണ് അമേരിക്ക എടുത്തത്. പക്ഷെ ഇപ്പോൾ നിലപാട് മാറി. ഇപ്പോൾ അമേരിക്ക ഇന്ത്യ വിരുദ്ധരായി മാറി, പാകിസ്ഥാനാണ് അവർക്ക് കുറച്ചുകൂടി സ്വീകാര്യമായത്. അപ്പോൾ അവർ നേരെ തിരിച്ച് ചവിട്ടുന്നു. പാകിസ്ഥാൻ അനുകൂലമാകുന്ന രീതിയിൽ ഇന്ത്യ അനുകൂല നിലപാടെടുക്കുന്ന ബലൂചിസ്ഥാനെ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ അവർ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത് ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലം എന്ന് പറയുന്നത് ഈ ബലൂജ് ലിബറേഷൻ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഇനി മുതൽ നോട്ടപ്പുള്ളികളാവും. അവർക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ സാമ്പത്തികമായോ അല്ലെങ്കിൽ സൈനികമായോ സഹായിക്കുന്നവരെയെല്ലാം ഈ ഫെഡറൽ കുറ്റവാളികൾ എന്നായിരിക്കും ഇനി തൊട്ട് അമേരിക്ക വിശേഷിപ്പിക്കുക. മാത്രമല്ല ഈ ബലൂജ് ലിബറേഷൻ ആർമിയുമായിട്ട് വ്യാപാര ഇടപാടുകൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്താനും അവരെ എൻറ്റിറ്റി ലിസ്റ്റിൽ കൊണ്ടുവരാൻ. എൻറ്റിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക തയ്യാറാക്കുന്ന ഒരു പട്ടികയാണ്. അതായത് ഇത്തരത്തിൽ മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ ആ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരുമായി അമേരിക്ക യാതൊരു തരത്തിലും പിന്നീട് ഇടപാടുകൾ നടത്തില്ല. ഏതെങ്കിലും തരത്തിൽ കയറ്റുമതിയോ ഇറക്കുമതിയോ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ അത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ ഇവർക്കെതിരെ വരും. അതുമാത്രമല്ല, ഈ ബലൂജ് ലിബറേഷൻ ആർമി ആയിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും കാണപ്പെട്ടാൽ അവരെ അറസ്റ്റ് ചെയ്താൽ, നിയമ നടപടിക്ക് വിധേയമാക്കിയാൽ അവരെ അവകാശപ്പെടാൻ, ഇപ്പോൾ കുറ്റവാളികളെ കൈമാറും ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത്തരത്തിൽ അവരെ പിടിക്കപ്പെടുന്നവരെ വിചാരണ ചെയ്യാൻ അല്ലെങ്കിൽ ശിക്ഷിക്കാനായിട്ടുള്ള സാധ്യതകൾ ഇനി തെളിയുകയാണ്. ഇപ്പോൾ അമേരിക്ക മാത്രമാണ് ഈ ബലൂജ് ലിബറേഷൻ ആർമിയെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈകാതെ താരതമ്യേന അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ UN റാൻ മൂളുകയെ നിവൃത്തിയുള്ളൂ. വൈകാതെ ഐക്യരാഷ്ട്രസഭയും ഇവരെ ഇത്തരത്തിൽ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിൽ അന്താരാഷ്ട്ര സഹായങ്ങൾ അവർ കിട്ടുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ എന്തെങ്കിലും അവർ മറ്റുള്ളവരുമായിട്ട് കരാറുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഉപരോധമടക്കമുള്ള നടപടികൾ, വിലക്കുകളടക്കമുള്ള നടപടികൾ അവർക്ക് നേരെ ഉണ്ടാകും. അതിൻ്റെ സാമ്പത്തികമായും അല്ലാതെയുമുള്ള തിരിച്ചടി ബലൂജ് ലിബറേഷൻ ആർമിക്ക് കിട്ടാനാണ് സാധ്യത. ഈ ബലൂജ് ലിബറേഷൻ ആർമി അവരെ ഈ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിന് എതിരെ നിൽക്കുന്നതല്ല, അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ പൊരുതുന്നത് കൂടിയാണ്. അതെ, അവരുടെ ഖനനം ചെയ്ത ധാതുക്കളെല്ലാം ഈ പാകിസ്ഥാൻ മറ്റു രീതിയിലേക്ക് കൊണ്ടുപോകുന്നാലേ ഇത് പാകിസ്ഥാനിൽ ഈ ബലൂജ് മാത്രമല്ല പ്രശ്നം, സിന്ധ് പ്രവിശ്യ, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന പണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പോലെ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ പരസ്പര യുദ്ധം ഉണ്ടാകുമല്ലോ എന്ന് പറയുന്ന പോലെ ബലൂജ് എന്ന് പറയുന്നത് ഒരു മേഖല, തൊട്ടിപ്പുറത്ത് സിന്ധ് എന്ന് പറയുന്ന ഒരു മേഖലയും ഇതേപോലെ വംശീയമായി വേർപെട്ട് നിൽക്കുന്നതാണ്. കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അഫ്ഗാനുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന മേഖലയിൽ അവിടെ ഈ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അവർ പഷ്തൂൺ വിഭാഗക്കാർക്ക് പ്രത്യേകം ഇടം വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന് വാദിക്കുന്നെങ്കിലും അവിടെ ഇങ്ങനെ വംശീയമായ വേർതിരിവുണ്ട്. എല്ലാവരും മുസ്ലിങ്ങൾ തന്നെയാണ്, മുസ്ലിം രാഷ്ട്രമാണ്. പക്ഷേ എന്നിരുന്നാലും വംശീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഇത്തരം വംശീയ വേർതിരിവുകളും ഒരു ഘടകമാണ്. ബലൂജ് ലിബറേഷൻ ആർമി അവരുടെ വംശത്തിൽ, അതും പ്രത്യക്ഷം പറഞ്ഞാൽ അപകടം തന്നെയാണ്. ഒരെണ്ണം മതപരമായി ഒരു രാജ്യം ഉണ്ടാക്കുമ്പോൾ അതിൽ തന്നെ വംശീയമായിട്ട് മറ്റൊരു രാജ്യം ഉണ്ടാക്കുന്നതും പ്രത്യക്ഷത്തിലെല്ലാം കണക്ക് തന്നെ. ഇനി അവർ ഭീകരവാദ സംഘടനയാവുകയോ അല്ലാകുകയോ ഇന്ത്യയുടെ പ്രശ്നമല്ല. പക്ഷേ പാകിസ്ഥാൻ അതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ ഒരു അടി കൊടുത്തു എന്ന് തൽക്കാലം അവർക്ക് ആശ്വസിക്കാം.